അപ്പോൾ ഉത്രാടപ്പാച്ചിലാണ് മലയാളികളല്ലേ? അതെ. ഓണം കൊള്ളാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ. എന്തായാലും ആ ഒരുക്കങ്ങൾ തകൃതി അങ്ങനെ പുരോഗമിക്കുമ്പോൾ നമ്മൾ ചാലക്കമ്പോളത്തിലെ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? ശരി, എറണാകുളത്തേക്ക് പോവാം. അതെ, നമ്മുടെ നിഷ ദിലീപ് ഉണ്ട്. ചോദിക്കാം നിഷയുടെ ഓണം എവിടെ വരെ എത്തിയെന്ന് എനിക്കറിയണം. പക്ഷെ അതിനു മുമ്പ് അറിയേണ്ടത് ഈ എറണാകുളത്ത് എങ്ങനെയാണ് തിരക്ക്? ഈ നഗരവാസികളെല്ലാം ഓണം ആഘോഷിക്കാനുള്ളൊരു തിരക്കിലാണോ? ആളുകളൊക്കെ രാവിലെ എത്തുന്നുണ്ടോ? വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു തിരക്കാണോ അവിടെ നിന്നും അനുഭവപ്പെടുന്നത്? അശ്വതി, രാഖി, എറണാകുളം മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എറണാകുളത്തെ ഏറ്റവും വലിയ ഓണവിപണിയാണ് എറണാകുളം മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളെക്കാളും കൂടുതൽ ഈ വ്യാപാരികൾ ഈ ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് ഇന്ന് അവസാന ദിവസമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന ഈ ഒരു പർച്ചേസിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി ഇന്നാണ്. ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾക്കായി എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരികൾ. എറണാകുളം മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ നഗരവാസികളുടെ ഓണവും ഗംഭീരം തന്നെയാണ്. ഈ എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ് നിരവധിയുള്ളത്. അവരെല്ലാവരും തന്നെ നാടുകളിലേക്കൊക്കെ പോയി പിന്നീട് ഇവിടെയുള്ള ആളുകൾ എറണാകുളത്തുള്ള ആളുകൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി വിപണികളിലൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ആ തിരക്ക് ഇന്ന് രാത്രി വരെ ഈ എറണാകുളം മാർക്കറ്റിലും ബ്രോഡ്വേയിലും ഒക്കെ തന്നെ വലിയ തിരക്കായിരിക്കും. ഈ എറണാകുളത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഉപ്പ് തൊട്ട് കർപ്പൂരം മുതൽ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം മാർക്കറ്റ്, ബ്രോഡ്വേ, അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അവിടെ എത്തി ഈ സാധനങ്ങൾ വാങ്ങി വില കുറച്ചും അല്ലാതെ വലിയ ഷോപ്പുകളും എല്ലാം ഈ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും ഇത്തരത്തിൽ ഈ ഓണക്കച്ചവടം പൊടി പിടിക്കുന്നതും എല്ലാം തന്നെ. എന്തായാലും ഈ സാധനങ്ങളുടെ വില നിലവാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വ്യാപാരികളോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണക്കച്ചവടം? ഓണക്കച്ചവടം ജനങ്ങളൊക്കെ വന്നു തുടങ്ങണേ. കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, കാരണം ഇന്നലെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല കച്ചവടം പ്രതീക്ഷിക്കുകയാണ്. കച്ചവടം പ്രതീക്ഷിച്ച് ഞങ്ങൾ തുടങ്ങിയാണ്. സാധനങ്ങളൊക്കെ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരുപാട് വില കുറവാണെന്ന്. എല്ലാവർക്കും വന്ന് മേടിക്കാവുന്ന സാഹചര്യമുണ്ട്. എല്ലാ ഐറ്റം വില കുറവാണ്. എത്ര മണി വരെ തിരക്ക് കാണും? ഞങ്ങൾ വൈകുന്നേരം വരെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലത്തെ കച്ചവടം കൂടി ഇന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇവിടെ വലിയ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ഒരു സമയം മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരവ് കുറവായിരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ഈ ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് എറണാകുളം മാർക്കറ്റിൽ വ്യാപാരികൾ ഈ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ചില സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. തക്കാളി, ഉള്ളി അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഈ ഓണം പ്രമാണിച്ച് വില കൂടിയിട്ടുണ്ട്. ചില സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ എത്രയൊക്കെ ഒരുക്കിയാലും എത്ര ദിവസത്തെ ഒരുക്കങ്ങളായാലും ഈ ഉത്രാടത്തിൻ്റെ അന്ന് ഒരു പാച്ചിലുണ്ട് മലയാളിക്ക്. അത് എന്തായാലും ഈ മഴയുള്ളത് കൊണ്ട് രാവിലെ ഇച്ചിരി കുറവാണ്. എങ്കിലും ഉച്ചയോടുകൂടി തന്നെ വിപണികളെല്ലാം തന്നെ സജീവമായി. ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് മലയാളികൾ, പ്രത്യേകിച്ച് കൊച്ചിക്കാർ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്കൊക്കെ പോകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്ക് തന്നെയായിരിക്കും എറണാകുളത്തെ ഈ മാർക്കറ്റിലും ബ്രോഡ്വേയിലും ഒക്കെ ഉണ്ടാകുക. എന്തായാലും ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണ് കൊച്ചിക്കാരും ഉള്ളത്. ഒപ്പം തന്നെ നിഷ, എവിടം വരെ എത്തി ഓണം അതുകൂടി അറിയണമല്ലോ. നമ്മുടെ കൊച്ചി ബ്യൂറോയിലൊക്കെ ഓണാഘോഷങ്ങളല്ലേ? അതെ, ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്കങ്ങ് ഓണം ആഘോഷിച്ചാൽ മതിയോ? നിങ്ങൾ മാത്രം, കൊച്ചി ബ്യൂറോ മാത്രം? ഞങ്ങൾ ഇന്നലെ ഓണം ആഘോഷിച്ചു. ഇന്നലെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, പൂക്കളം ഇട്ട് ആഘോഷിച്ചു. പക്ഷെ വലിയ ആഘോഷങ്ങളൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ആഘോഷങ്ങളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ സദ്യയൊക്കെ ഒരുക്കി പൂക്കളമൊക്കെ ഇട്ട് ഇന്നലെ ഓണക്കോടി എടുത്തോ? അതിന്റെ പടങ്ങളാണ് നിങ്ങൾ കണ്ടത്. എന്തായാലും ഞങ്ങളുടെ ഓണവും ഇങ്ങനെ ഓണക്കോടി എടുത്തില്ല, എടുക്കണം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പ്രത്യേക സമ്മാനം വരുന്നുണ്ട് കേട്ടോ, ഓണക്കോടി. എന്തായാലും നിഷ, എന്തായാലും കുടുംബത്തോടൊപ്പം ഒപ്പം തന്നെ നമുക്കൊപ്പം ഓണം അടിപൊളിയാക്കട്ടെ വെറുതെ പറയുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ചിത്രം കണ്ടിരുന്നു. ഗംഭീരമായ ഒരു നല്ല അത്തപ്പൂക്കുളം ഇട്ടൊക്കെ കൊച്ചി ബ്യൂറോ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പൊ എല്ലാവർക്കും നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു പരിഭവമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കോഴിക്കോടേക്ക് പോയാലോ? നമ്മുടെ രമ്യ അവിടെ തയ്യാറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രമ്യ, നമ്മൾ കൊച്ചിയിലെ കാഴ്ചകൾ കണ്ടു. തലസ്ഥാനത്ത് ചാലക്കമ്പോളം സജീവമാണ്. എന്താണ് കോഴിക്കോട്ടെ ഒരു സ്ഥിതി? ഞാൻ നേരത്തെ ദൃശ്യം കാണുമ്പോൾ ആലോചിക്കുകയായിരുന്നു, അവിടെ നല്ല മഴയാണ്. അതെ അതെ, കാലാവസ്ഥ പ്രതികൂലമാണോ? കാലാവസ്ഥ ചതിക്കുമോ രമ്യ?
അശ്വതി, രാഖി, കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ്. കാരണം ഇന്നലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ട്, ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോഴും അതെ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പാളയം മാർക്കറ്റിലാണുള്ളത്. പക്ഷേ ഈ മഴയൊന്നും ആളുകൾക്ക് കൂസുന്നില്ല. കാരണം ഉത്രാടപ്പാച്ചിലാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ്. തിരുവോണത്തിൻ്റെ അവസാനവട്ടമായിട്ട് പഴം, പച്ചക്കറിയും അതുപോലെ തന്നെ പൂക്കൾ, ഡ്രസ്സുകൾ എല്ലാം വാങ്ങാനുള്ള തിരക്കാണ് കോഴിക്കോട് നഗരത്തിൽ. നിലവിൽ ഇപ്പോൾ പാളയം മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ വാങ്ങാനുള്ളത് നേരെ നമുക്കറിയാം, സമയം പുലർന്നു തുടങ്ങുന്നേ ഉള്ളൂ, 7 മണി 8 മണിയോട് അടുക്കുന്നു. പക്ഷേ എങ്കിലും വളരെ തിരക്കാണ്. കാരണം പാളയം മാർക്കറ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം. നമ്മുടെ ക്യാമറാമാൻ സുശോഭ് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും. തിരക്കുകളുടെ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് സുശോഭ് പോകാവുന്നതാണ്. കാരണം നിറയെ ആളുകൾ പാളയം മാർക്കറ്റ് സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പാളയം മാർക്കറ്റ് കോഴിക്കോട് പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. കാരണം ചെറുകിട കച്ചവടക്കാരും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കായി എത്തുന്നവരും എല്ലാവരും ഇവിടെ എത്തിയിട്ടാണ് പച്ചക്കറികളും പഴവും പൂക്കളും എല്ലാം വാങ്ങുന്നത്. അത് പ്രധാനമായി ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് വലിയ തിരക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് മിഠായി തെരുവാണ് വസ്ത്രങ്ങൾക്കൊക്കെ ഏറ്റവും സജീവമായ. അപ്പോൾ കോഴിക്കോട് 2 പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഒന്ന് പാളയവും അതുപോലെ തന്നെ രണ്ടാമത്തെ മിഠായി തെരുവും. അപ്പോൾ ഈ പാളയം മാർക്കറ്റിൽ നിലവിൽ ഇപ്പോൾ രാവിലെയായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ പച്ചക്കറികളും എല്ലാം അവസാനവട്ടം ഒരുക്കാണ്. കാരണം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്, നമുക്കറിയാം. ഇന്നെല്ലാം ഒരുക്കണം, നാളത്തെ ആഘോഷത്തിനായിട്ട് പഴവും പച്ചക്കറികളും അതുപോലെ തന്നെ പൂക്കൾ, വസ്ത്രങ്ങൾ എല്ലാം ഒരുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കോഴിക്കോട്ടുകാരും. ഞാൻ നേരത്തെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും തിരക്ക്. അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ അത്രയും ആളുകൾ എത്തി സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്ക് കൂട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരികയാണ്. എന്നിട്ട് മാറി മാറി തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി നടക്കുമായിരുന്നു ഞാൻ. കാരണം വലിയ തിരക്കില്ലാതെ അവരെയും ബുദ്ധിമുട്ടിക്കരുത്, നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണിക്കുകയും വേണം. അപ്പോൾ അതിനൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ മഴയാണ്, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം മോശമായേക്ക്. ആളുകൾ എത്തുന്നില്ലേ? വലിയ തിരക്ക് കാണുന്നുണ്ടല്ലോ. തിരക്കൊന്നുമില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്കൊക്കെ കൂടില്ലേ? ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ ഇല്ലെങ്കിൽ കൂടും. ശരിക്കും മഴ ഒരു പ്രതികൂലമായിട്ടുണ്ട്. പ്രതികൂലം അതന്നെയാണ്, മഴ ചെറിയ രീതിയിൽ പ്രതികൂലമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും തിരക്കുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ മഴയൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ കുറേയും കൂടി ആളുകൾ എത്തും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമായും ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ പാളയം മാർക്കറ്റിലെത്തിയിട്ടാണ് സാധനങ്ങളെല്ലാം വാങ്ങിപ്പോകുന്നത്. അപ്പോൾ വീട്ടാവശ്യങ്ങൾക്കായി എത്തുന്നവരുണ്ട്. അപ്പോൾ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ പാളയം മാർക്കറ്റിനെ ആശ്രയിച്ചെല്ലാം പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ തിരക്കിൽ ഇതാ നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാം. കുറേ കായകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അത്തരത്തിൽ മഴ വലിയ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് കച്ചവടത്തേക്ക് എന്ന് കച്ചവടക്കാരും പറയുന്നുണ്ട്. സുശോഭ്, നമുക്ക് ഈ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയി നോക്കാം. കാരണം ഇവിടെ നിറയെ ആളുകളുണ്ട്. ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി നല്ല ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. ഇങ്ങോട്ട് ഈ രമ്യ, നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. രമ്യക്കാണ് ആവേശം. കോഴിക്കോട്ട് ഒരു ദൃശ്യങ്ങളെല്ലാം എത്തിക്കാം. രമ്യയുടെ ഓണം എവിടെ വരെ എത്തി? തീർച്ചയായും അശ്വതി, രാഖി. കാരണം കോഴിക്കോട് പാളയം മാർക്കറ്റ് എൻ്റെ ഓണം ഇത്തവണ ഓഫീസ് ഓണാണ്. ഓഫീസിലാണ് ഉണ്ടാവുക 3 ദിവസവും. തിരുവോണത്തിലും അവിട്ടത്തിന് ദിവസം ഒക്കെ ഓഫീസിലായിരിക്കും. എൻ്റെ ഓഫീസ് ഓണാണ് ഇത്തവണ. കാരണം നമ്മുടെ മറ്റൊരു റിപ്പോർട്ടർ അവിടെ നിങ്ങളുമായിട്ട് നന്നായിട്ട് ആഘോഷിക്കാമെന്ന് തന്നെ കരുതുന്നു. ഇന്നലെ നമ്മുടെ ഓഫീസിൽ ഓണാഘോഷമായിരുന്നു. അതെ, ഇന്നലെ ആ ദൃശ്യങ്ങളും എന്തായാലും ലൈവായിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകരും ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വീട്ടിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് നമ്മുടെ ഡെസ്കിൽ നിന്ന് അനൂപ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, രമ്യ തിരുവോണത്തിനെങ്കിലും ഈ ഓണക്കോടിയൊക്കെ കൊടുത്തൊന്ന് കാണാൻ കഴിയുമോ എന്ന്. ഇങ്ങനെ സാരി എടുത്ത് വരുമോ? ഡെസ്ക് വെയിറ്റിംഗ് ആണ്. ഓണക്കോടി നമുക്ക് ഫീൽഡിൽ പോകുമ്പോൾ ഓണക്കോടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നലെ ഓഫീസ് ഓണത്തിന് സെറ്റ് കൊണ്ടൊക്കെ എടുത്ത് കേരള വസ്ത്രത്തിലായിരിക്കും വരിക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വരണം കേട്ടോ. രാഗി ഓണം എല്ലാ വർഷവും ഓഫീസിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ ഒരു ഓണം ഓർമ്മ? ഓഫീസിലൊരു ഓണം ഓർമ്മ? ഓഫീസിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് ജനം ടിവിയിലെ എത്രാമത്തെ വർഷമായിട്ട് ഓണം ആഘോഷിക്കുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ജനം ടിവിയിലെ രണ്ടാമത് ഒരു റീജോയിൻ ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ ഓണം ഗംഭീര ഓണമായിരുന്നു. നമുക്കറിയാലോ നമ്മുടെ ഒരു തുടക്ക സമയത്തുള്ള ഒരു ഓണം എത്രത്തോളം വൈബാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമയത്തിലെ ഓണമാണ് കേട്ടോ ജനത്തിലെ. എന്തായാലും ഇത് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ആയിരുന്നു. ഇത്തവണയും തിരുവോണം ജനം ടിവിക്കൊപ്പം തന്നെയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരും ഒപ്പം കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ വീട്ടിലെ ഓണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയും കുട്ടിക്കാലത്തെ ഓണം. പക്ഷെ ഓരോ സമയത്തും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. ഓണമാണല്ലോ നമുക്ക്. ഈ കാലം കഴിയുന്തോറും ഓണത്തിനൊരു മാറ്റ് കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടോ? അങ്ങനെ
തോന്നില്ലല്ലേ? ഇല്ല, അപ്പൊ എനിക്ക് അങ്ങനെ മാത്രമുള്ള ഒരു വിശ്വസിക്കുന്നില്ല അത്. തോന്നലാകും. കാരണം പണ്ടൊക്കെ നമ്മള് അമ്മുമ്മയുടെ വീട്ടിൽ പോകുന്നു, ഊഞ്ഞാലിടുന്നു, ആലങ്ങ ഉണ്ടാക്കുന്നു, വീട്ടിൽ തന്നെ ഓണപലഹാരങ്ങൾ ഇടുന്നു, അത്തപ്പൂക്കളം ഇടുന്നു, കസിൻസ് എല്ലാം ഒത്തുവിടുന്നു. പക്ഷെ ഇന്നൊരു 4 പേര് മാത്രം അത് ചേർന്ന് ഈ ശരിയാണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് അതിനോട് ഞാൻ യോജിക്കുന്ന അശ്വതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ, ഊഞ്ഞാലൊക്കെ ഇടും അതെ, കേട്ടോ വീട്ടില്. ഊഞ്ഞാലിടും. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഓണക്കോടി വാങ്ങിത്തരും. ഇതിപ്പോ നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട സമയമാണ്. നല്ല തുട്ടും കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പൊ പ്രായമായി ജോലിക്കൊക്കെ പോയപ്പോ അതൊക്കെ അങ്ങ് നിന്നു. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പിന്നെ അത് മാത്രമല്ല നമുക്ക് ഊഞ്ഞാലിടാനൊന്നും സമയമില്ലല്ലേ. അത് ശരിയാണ്. ഈ ഓണസദ്യയൊക്കെ ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ നിന്ന് അങ്ങ് ബുക്ക് ചെയ്യാണ്. എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന് വെച്ചപ്പോൾ കാലം മാറും തോറും ഓണത്തിന്റെ ഒരു മാറ്റ് കുറയുന്നുണ്ട്. അത് നല്ലതോ ശരിയോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്.